എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വെല്ലും ഉൾക്കരുത്. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. മദ്യനയം കടുപ്പിച്ച് UDF. 5 സ്റ്റാറായി നിലവാരമുയർത്തുന്ന ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് ഇല്ല. 5 സ്റ്റാർ വിവാദത്തിൽ സുധീരന് പിന്നാലെ ലീഗിനും അതൃപ്തി. UDFന്റെ മദ്യനയം കാപ്പട്യമെന്ന് പിണറായി. LDFന് ജാള്യതയെന്ന് മുഖ്യമന്ത്രി. DS വിരുദ്ധ പ്രമേയത്തെ ചൊല്ലി CPIM-ൽ വിവാദം. പ്രമേയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് പിണറായി. പ്രമേയവും സ്ഥാനാർത്ഥിത്വവും തമ്മിൽ ബന്ധമില്ല. ഇതൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലെന്ന് MA ബേബി. പറയാത്ത കാര്യങ്ങൾ മാധ്യമങ്ങൾ വാർത്തയാക്കിയെന്ന് പിണറായിയുടെ വിശദീകരണം. വിജയ് മല്യയുടെ മദ്യ ഉൽപാദന കമ്പനിക്ക് സർക്കാരിന്റെ ഭൂമിദാനം. യുണൈറ്റഡ് ബ്രീവറീസിന് 20 ഏക്കർ നൽകിയത് കഞ്ചിക്കോട്ടെ വ്യവസായ മേഖലയിൽ. ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും. ഭൂമിദാനം പിന്നെ മാജിക്കാണോ എന്ന് VS. ഉത്തരാഖണ്ഡിൽ ധൃതി പിടിച്ച് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. രാഷ്ട്രപതിയുടെ ഭരണം നിയമപരിശോധനയ്ക്ക് വിധേയമാക്കാം. രാഷ്ട്രപതിക്കും തെറ്റ് സംഭവിക്കാം. നിയമത്തിന് മുകളിലല്ല രാഷ്ട്രപതിയുടെ ഉത്തരവ്. രാജ്യത്തെ കൊടും ദുരിതത്തിലാക്കി കൊടിയ വരൾച്ച. 286 ജില്ലകൾ വരൾച്ചയുടെ പിടിയിൽ. കേരളത്തിലും ഉഗ്രതാപം. കൊച്ചി ചുട്ടുപൊള്ളുന്നു. 5 സ്റ്റാറായി ഉയർത്തുന്ന 3 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകില്ലെന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തി മദ്യനയം പരിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പുതിയ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ കർക്കശമാക്കും. അതേസമയം പുതിയ ബാർ ലൈസൻസ് അനുവദിച്ചതിൽ VM സുധീരനും മുസ്ലിം ലീഗ് നേതാക്കളും അതൃപ്തി രേഖപ്പെടുത്തി. ബാർ ലൈസൻസ് ലഭിക്കാൻ 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുകൾ വളഞ്ഞ വഴി സ്വീകരിക്കുന്നത് അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുകൾ നിലവാരം മെച്ചപ്പെടുത്തി 5 സ്റ്റാർ പദവി നേടിയാലും ഇനി ബാർ ലൈസൻസ് ലഭിക്കില്ല. 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുകൾ കൺവെർട്ട് ചെയ്ത് 5 സ്റ്റാറായി ലൈസൻസ് കിട്ടിയാൽ അവർക്ക് ബാർ ലൈസൻസ് കൊടുക്കുന്നതല്ല. കാരണം 3 സ്റ്റാർ 4 സ്റ്റാർ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കൂട്ടാൻ തീരുമാനിച്ചത്. അവർ ആയിട്ടുള്ളതാണ്. അവർ പിന്നെ ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ടൊരു ഷോർട്ട് കട്ട് എടുത്താൽ അത് അനുവദിക്കാൻ പാടില്ല. പുതിയ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് ലഭിക്കാനുള്ള നിബന്ധനകളും കർശനമാക്കും. ഇന്നിപ്പം നമ്മൾ 5 സ്റ്റാർ കിട്ടിയോ അവർക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ പോളിസി. അതിന് ഒരു മാറ്റം വരികയാണ്. പുതിയത് കൊടുക്കുമ്പോഴും അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ചില വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടേ ബാർ ലൈസൻസ് ഉള്ള 5 സ്റ്റാർ ഹോട്ടലുകളിൽ അഡീഷണൽ കൗണ്ടറുകളും അനുവദിക്കില്ല. ചില 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രം ബാർ ലൈസൻസ് അനുവദിക്കുന്നത് വിവേചനമല്ലേ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: അതൊന്നും ഒരു പ്രശ്നമല്ല. ഈ കാര്യത്തിൽ നമ്മൾ നിയമപരമായിട്ടും ധാർമ്മികമായും പ്രായോഗികമായും ഏറ്റവും ഫലപ്രദമായ നടപടി. അതേസമയം തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലും 6 പുതിയ ബാറുകൾക്ക് ലൈസൻസ് നൽകിയതിൽ VM സുധീരനും ലീഗ് നേതാക്കളും UDF യോഗത്തിൽ അതൃപ്തി അറിയിച്ചു. എന്നാൽ നിയമത്തിന് വിധേയമായി മാത്രമാണ് ബാർ ലൈസൻസുകൾ അനുവദിച്ചതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. റിപ്പോർട്ടർ, തിരുവനന്തപുരം. മദ്യനയത്തെ ചൊല്ലി LDF UDF നേതാക്കൾ തമ്മിലുള്ള വാക്പോര് തുടരുന്നു. 5 സ്റ്റാർ ബാർ ലൈസൻസ് ചൂണ്ടിക്കാട്ടിയാണ് CPIM നേതാക്കൾ ഉമ്മൻചാണ്ടിയെ വിമർശിച്ചത്. എന്നാൽ LDFന്റെ മദ്യനയത്തിനാണ് അവ്യക്തതയെന്ന് മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും കുറ്റപ്പെടുത്തി. UDFന്റെ മദ്യനയത്തെ കാപട്യമെന്നാണ് പിണറായി വിജയൻ വിശേഷിപ്പിച്ചത്. വർജനത്തിലൂടെ മദ്യവിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുകയാണ് പ്രായോഗികം. LDF അധികാരത്തിൽ വന്നാൽ പൂട്ടിയ ബാറുകൾ തുറക്കുമോ എന്ന ചോദ്യത്തിന് പിണറായിയുടെ മറുപടി ഇതായിരുന്നു: ഗവൺമെന്റ് LDFന്റെ വന്നു, ചാരായ ഷാപ്പുകൾ ഞങ്ങൾ കൊണ്ടുവന്നു. ഈ കേരളത്തിന്റെ അനുഭവമല്ലേ? എന്നാൽ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞോ ഞങ്ങളിവിടെ ചാരായ ഷാപ്പ് കൊണ്ടുവരില്ലെന്ന്? അപ്പോൾ ഞങ്ങൾ ആ തൊഴിലാളി പ്രശ്നങ്ങളൊന്നും ഉന്നയിച്ചിരുന്നു. ഘട്ടം ഘട്ടമായുള്ള മദ്യനിരോധനം UDF കാലങ്ങളായി പറയുന്ന ഒന്നാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇത് നടപ്പിലാക്കാനുള്ളതല്ല, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി മാത്രമുള്ളതാണെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. എന്നാൽ CPIM നേതാക്കളുടെ വിമർശനം LDFന്റെ മദ്യനയത്തിലെ ജാള്യത മറച്ചുവെക്കാനാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മദ്യവർജനമെന്നത് നിലപാടല്ല, ആശയം മാത്രമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വന്തം ജാള്യത മറിക്കാൻ വേണ്ടിയാണ് ശ്രീ VS ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് വന്നിട്ടുള്ളത്. LDFന് മദ്യനയമുണ്ടോ? അവര് മദ്യവർജനമാണ് അവരുടെ നയം. മദ്യവർജന നയമല്ല, അതൊരു സാരോപദേശമാണ്. മദ്യനയത്തിന്റെ കാര്യത്തിൽ LDFന് ഇതുവരെ വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. CPIMന് കൂർ യെച്ചൂരിയോടല്ല മദ്യലോബിയോടാണെന്നും VM സുധീരൻ ആരോപിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ ശ്രീമതി ബിന്ദു കൃഷ്ണ കോൺഗ്രസ്, ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ CPIM, ശ്രീ A സജീവൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ശ്രീ സിജോ പൈനാടത്ത് അദ്ദേഹം സിറോ മലബാർ സഭയെ പ്രതിനിധീകരിച്ചാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ബാർ ഉടമകളെ പ്രതിനിധീകരിച്ച് എലഗൻസ് ഹോട്ടലുകളുടെ ഉടമ ബിനോയും ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇനി കൺവേർട്ട് ചെയ്യുന്ന
അങ്ങനെ 5 സ്റ്റാർ ആകുന്ന ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകില്ല എന്നും പുതുതായി പണിയുന്ന 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് കൂടുതൽ വ്യവസ്ഥകളോടുകൂടിയും ലൈസൻസ് നൽകും എന്നും പറയുമ്പോൾ അതിൽ ഒരു കണ്ണിൽ പൊടിയിടലുണ്ട്. 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ നൽകാം എന്നുള്ളത് ഈ സർക്കാരിൻ്റെ നയമാണെങ്കിൽ എല്ലാ 5 സ്റ്റാർ ഹോട്ടലുകൾക്കും ബാർ നൽകേണ്ടി വരും. അക്കാര്യത്തിൽ വിവേചനം കാണിക്കാൻ ഒക്കില്ല. അങ്ങനെ വിവേചനം കാണിച്ചാൽ ആ 5 സ്റ്റാറുകൾ കോടതിയിൽ പോയി ബാർ ലൈസൻസ് നേടാനുള്ള ഉത്തരവ് സമ്പാദിക്കും എന്നിരിക്കെ ഇത് ആരെ പറ്റിക്കാനാണ് ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആരെയും പറ്റിക്കാനല്ല, യാഥാർത്ഥ്യബോധത്തോടു കൂടി തന്നെയാണ് ഇന്ന് UDF കൂടി അത്തരം ഒരു തീരുമാനമെടുത്തത്. നമുക്കറിയാം, ഘട്ടം ഘട്ടമായി മദ്യനിരോധനം ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കും എന്നുള്ളതാണ് UDFന്റെ പ്രഖ്യാപിത നയം. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ ഏറ്റവും വലിയ മദ്യ ഉപഭോഗം നടത്തുന്ന ഒരു സംസ്ഥാനത്ത് ഒറ്റയടിക്ക് മുഴുവൻ ബാറുകളും ബിവറേജ് ഔട്ട്ലെറ്റുകളും മദ്യം ലഭ്യതയുള്ള മുഴുവൻ സാധ്യതകളും അടച്ചുകൊണ്ടൊരു നയം നടപ്പിലാക്കുക ദുഷ്കരവും അപ്രായോഗികവുമാണ്. ആ സാഹചര്യത്തിലാണ് നമുക്കറിയാം, നമ്മൾ ഈ മദ്യത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ടൂറിസത്തിന്റെ തീർച്ചയായും അത് ഈ മദ്യനയം രൂപീകരിക്കപ്പെട്ട വേളയിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണല്ലോ. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നം പുതുതായി 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകുന്നതാണ്. സംസ്ഥാനത്ത് 6 പുതിയ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകി. ഈ മദ്യനയം പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള കാലയളവിൽ 10 5 സ്റ്റാർ ഹോട്ടലുകൾ ബാർ ലൈസൻസിനായി അപേക്ഷിച്ചിരിക്കുന്നു. 25ഓളം 4 സ്റ്റാർ ഹോട്ടലുകൾ 5 സ്റ്റാറായി കൺവേർട്ട് ചെയ്യാൻ, 5 സ്റ്റാർ ക്ലാസിഫിക്കേഷൻ നേടാൻ കേന്ദ്ര സർക്കാരിൻ്റെ മുൻപിൽ നിൽക്കുന്നു. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ സാഹചര്യം. മറ്റ് പഴയ കാര്യങ്ങൾ വിട്ടേക്കുക. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇനി ഒരു ബാറും ഉണ്ടാകില്ല എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാനാണ് കോൺഗ്രസ് UDF നേതൃത്വങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ ഞങ്ങൾ ഇനി വരുന്ന സർക്കാരിൻ്റെ നയമായി ബാറുകളേ വേണ്ട എന്ന നയം സ്വീകരിക്കണം എന്ന് ആണ് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ അതല്ല ഉണ്ടായിട്ടുള്ളത്. മറിച്ച് ഈ 5 സ്റ്റാറിൻ്റെ വ്യവസ്ഥകൾ കർക്കശമാക്കും എന്ന് പറയുന്നത് ആളുകളെ പറ്റിക്കലല്ലേ? അല്ല, 5 സ്റ്റാറിലെ വ്യവസ്ഥകൾ കർക്കശമാക്കുന്നതിന്റെ കാരണം അഭിലാഷിന്റെ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. നിലവിലുള്ള നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി സാധ്യതകൾ 3 സ്റ്റാറും 4 സ്റ്റാറും ഒക്കെ 5 സ്റ്റാറായി കൺവേർട്ട് ചെയ്തുകൊണ്ട് അത് വ്യവസ്ഥാപിതവും അല്ലാത്തതുമായ മാർഗങ്ങളിലൂടെ കേന്ദ്ര സർക്കാരിനെ അടക്കം സ്വാധീനിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകൾ ബാർ ലൈസൻസ് വാങ്ങുന്ന ഒരു സാഹചര്യം. നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ബാർ ഹോട്ടലുകൾ നമുക്കറിയാം, അത് പൂർണ്ണമായും മദ്യ കച്ചവടം നടത്താൻ വേണ്ടി മാത്രമുള്ളതല്ല. വലിയ 5 സ്റ്റാർ ഹോട്ടലുകളൊക്കെ തന്നെ മറ്റ് താമസം അടക്കമുള്ള സൗകര്യങ്ങളോടൊപ്പം മദ്യത്തിനുള്ള അവസരം കൂടി കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് മദ്യക്കച്ചവടം നടത്തുക എന്ന ഏക ലക്ഷ്യത്തോടു കൂടി 5 സ്റ്റാറായി മാറ്റപ്പെട്ടുകൊണ്ട് മദ്യത്തിന് ലൈസൻസ് നേടുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് ഒഴിവാക്കാനുള്ള എന്നുള്ളതാണ് UDFന്റെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം നടപ്പാകും. പ്രായോഗിക അർത്ഥത്തിൽ അത് സാധ്യമാണോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ശ്രീ ബിനോയ്, ബാറുടമകൾ 3 സ്റ്റാറും 4 സ്റ്റാറുമായിരുന്ന ബാറുകൾ 5 സ്റ്റാറിലേക്ക് മാറ്റി ബാറുകൾ നേടാം എന്ന ശുഭപ്രതീക്ഷയിലായിരുന്നു എങ്കിൽ ഇനി അതും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ വരുന്ന 5 സ്റ്റാറുകൾക്ക് ഞങ്ങൾ ബാർ കൊടുക്കില്ല എന്ന് UDF തീരുമാനിച്ചു കഴിഞ്ഞു. എങ്ങനെ പ്രതികരിക്കുന്നു? അല്ലാതെ അങ്ങനെ ഇവര് തീരുമാനിക്കുമ്പം ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്ന വരുന്ന 5 സ്റ്റാറുകൾക്ക് കൊടുക്കില്ല എന്ന് ഇവർക്ക് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. അതൊരു നയത്തിന്റെ ഭാഗമായിട്ടാണ് അത് വന്നിരിക്കുന്നത്. അതായത് ഈ 5 സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്ത് 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് കൊടുക്കും എന്നാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നയം. ഈ നയത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ഒരു ഹോട്ടലുകൾ, അത് ബിന്ദുകൃഷ്ണ പറയുന്ന പോലെ ആന മുഴുപ്പുള്ളതോ ഇനി അതല്ല എലിയുടെ മുഴുപ്പുള്ളതോ ആണെങ്കിലും 5 സ്റ്റാർ ഹോട്ടലുകളാണെങ്കിൽ അവർക്ക് ഇവർ കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് സുപ്രീം കോടതി ഇപ്പം കഴിഞ്ഞ ദിവസം താജ് എടുത്ത ഹോട്ടലിന് എന്താ ചെയ്തേ? ഇവര് 5 സ്റ്റാറിന്റെ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അപേക്ഷ കൊടുത്തിട്ട് ഇവര് സമ്മതിച്ചില്ല. അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ നിന്ന് ജയിച്ചു. പിന്നെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. സുപ്രീം കോടതി എന്താ പറഞ്ഞേ? ആ ലൈസൻസ് റിന്യൂ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അതായത് ഫ്രഷ് ലൈസൻസ് പോലും കൊടുക്കാൻ പറഞ്ഞു സുപ്രീം കോടതി. റിന്യൂ ചെയ്തു. അത് അർഹതപ്പെട്ടതാണ്. അവിടെ പക്ക വിവേചനമാണ് കാണിക്കുന്നത്. കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു ബാർ തുറന്നിരിപ്പുണ്ടെങ്കിൽ 5 സ്റ്റാറിന്റെ ലേബലിൽ ഏത് അപ്ഗ്രേഡ് ചെയ്താലും ഇവർക്ക് കൊടുത്തേ പറ്റൂ. അതെ, അത് വളരെ വ്യക്തമാണ്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ആദ്യത്തെ 2 ചോദ്യത്തിലും ഞാൻ ചോദിച്ചതും അതായിരുന്നു. ഒരു ഹോട്ടൽ 5 സ്റ്റാർ ആണ് എങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ നയപ്രകാരം അതിന് ബാർ ലൈസൻസ് കൊടുത്തേ പറ്റൂ. സർക്കാർ ഇനി ബാർ ലൈസൻസ് നിഷേധിക്കുകയാണെങ്കിൽ അവർ കോടതിയിൽ പോകും, വിവേചനം ചൂണ്ടിക്കാണിക്കും, ബാർ ലൈസൻസ് നൽകാൻ കോടതി ഉത്തരവിടും. അങ്ങനെയാണ് നമ്മുടെ മുൻ അനുഭവങ്ങൾ. അക്കാര്യത്തിൽ സർക്കാരിൻ്റെ നയം 5 സ്റ്റാറുകൾക്ക് ബാർ കൊടുക്കാം എന്നുള്ളതാണെങ്കിൽ കൊടുത്തേ പറ്റൂ. അപ്പോൾ
പിന്നെ എന്തിനാണ് ഈ നാടകം? ഒരു നാടകത്തിന്റെയും പ്രശ്നമല്ല. ഇങ്ങനെയുള്ള വിവേചനങ്ങളൊക്കെ പല കാര്യങ്ങളിലും ബാർ ഉടമകൾ സുപ്രീം കോടതിയിലടക്കം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണല്ലോ. എന്തിന് 5 സ്റ്റാറിന് മാത്രം അനുവദിക്കുന്നു, ബാക്കി 3ഉം 4ഉം സ്റ്റാറുകളൊക്കെ എന്താ ഇന്ത്യൻ പൗരന്മാരല്ലേ? അത് വ്യത്യസ്തമാണ് ശ്രീമതി ബിന്ദു കൃഷ്ണ, അത് വ്യത്യസ്തമാണ്. 3 സ്റ്റാറും 4 സ്റ്റാറും ബാറുകൾ ഉള്ള ആളുകൾ 5 സ്റ്റാറിന് കൊടുക്കുന്നില്ലേ, എന്തുകൊണ്ട് ഞങ്ങൾക്കും തന്നുകൂടാ എന്ന് പറയുമ്പോൾ സർക്കാരിന് അക്കാര്യത്തിൽ മറുപടി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഘട്ടം ഘട്ടമായി മദ്യനിരോധനത്തിലേക്ക് പോവുകയാണ്. ടൂറിസം എന്ന സാധ്യത കണക്കിലെടുത്ത് ഞങ്ങൾ 5 സ്റ്റാറിനെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നു. ഇത് സർക്കാരിന്റെ നയമാണ്. കോടതി അതാണ് കണ്ടിട്ടുള്ളത്. സർക്കാരിന്റെ നയം നടപ്പാക്കാനുള്ള അവകാശം സർക്കാരിനുണ്ട്. ഇക്കാര്യത്തിൽ കോടതി ഇടപെടുന്നില്ല എന്നുള്ളതായിരുന്നു കോടതിയുടെ നിലപാട്. പക്ഷേ ഇവിടെ സർക്കാരിന്റെ നയപ്രകാരം 5 സ്റ്റാറിന് കൊടുക്കാം. നയം അതായിരിക്കെ 5 സ്റ്റാറിന് കൊടുത്തില്ല എങ്കിൽ കുറച്ച് 5 സ്റ്റാറിന് കൊടുക്കുകയും കുറച്ച് 5 സ്റ്റാറിന് കൊടുക്കാതിരിക്കുകയും ചെയ്താൽ അവർക്ക് വിവേചനം ചൂണ്ടിക്കാണിച്ച് കോടതിയിൽ പോകാം. അത് വളരെ ലളിതമായ ഒരു നിയമയുക്തിയാണ്. ആ നിയമയുക്തിയിൽ നാം കാണേണ്ട ഒരു സത്യാവസ്ഥയും ഒരു യാഥാർത്ഥ്യവും ഉണ്ടല്ലോ. 5 സ്റ്റാറിന് മാത്രം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിലവിലുള്ള 5 സ്റ്റാറും അതിൽ പുതുതായിട്ട് നിർമ്മിച്ചു കൊണ്ടുവരുന്ന 5 സ്റ്റാർ സാധ്യതകളും അതിന്റെയൊക്കെ എണ്ണം പരിമിതമാകുമെന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാ. പക്ഷേ സർക്കാരിന്റെ മദ്യനയത്തെ അട്ടിമറിക്കുവാൻ വേണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 സ്റ്റാറും 4 സ്റ്റാറും ഒക്കെ 5 സ്റ്റാർ ആക്കുന്ന ചെപ്പടി വിദ്യയിലൂടെ കടന്നു വരുമ്പോൾ അത്തരത്തിൽ നിരന്തരമായി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ മദ്യനയത്തിലുള്ള ഉദ്ദേശശുദ്ധി തന്നെ അട്ടിമറിക്കപ്പെടും എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് UDF യോഗം കൂടി 5 സ്റ്റാറുകൾക്ക് അനുമതി കൊടുക്കുന്നതിന് വളരെ കർശനമായ വ്യവസ്ഥകൾ വെച്ചുകൊണ്ടുള്ള നിലപാടെടുക്കണമെന്ന് തീരുമാനമെടുത്തത്. ആ തീരുമാനം നടപ്പിലാക്കുക, അത് ഞങ്ങളുടെ മദ്യനയത്തിന്റെ ഭാഗമായിട്ടാണ്. ഈ ഗവൺമെന്റ് മദ്യനയം എന്ന് പറയുന്നത് കേരളത്തിലെ ജനഹിതം അനുസരിച്ചുള്ളതാണ്. ആ ജനഹിതത്തിനനുസരിച്ചുള്ള നയം കോടതിയെ അധികാരത്തിൽ വന്നാൽ 5 സ്റ്റാർ ഹോട്ടലുകൾ കൂടുതലായി ബാർ ലൈസൻസ് നേടുമോ ഇല്ലയോ എന്നുള്ളതാണ് ചർച്ച. എങ്കിൽ LDF അധികാരത്തിൽ വന്നാൽ 2 സ്റ്റാറും 3 സ്റ്റാറും 4 സ്റ്റാറും 5 സ്റ്റാറുമായിട്ടുള്ള ബാറുകൾ ലിക്വർ വിൽക്കാനുള്ള ലൈസൻസ് നേടുമോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തെ ഇതുവരെ അഭിസംബോധന ചെയ്തിട്ടില്ല LDF കൺവീനറോ CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനോ. ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. കേരളത്തിന് ഇനി LDF അധികാരത്തിൽ വന്നാൽ ബാറുകൾ തുറക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വന്നാൽ ഓരോ വർഷവും കൃത്യമായിട്ട് പ്രഖ്യാപിക്കേണ്ട നയമാണ് സാധാരണ രീതിയിൽ മദ്യനയം. എല്ലാ കാലത്തേക്കും വേണ്ടിയിട്ടുള്ളൊരു മദ്യനയമല്ല, എല്ലാ കാലത്തേക്കും പൊതുവായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പത്രികയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മദ്യവർജനം തന്നെയാണ്. മദ്യമാകെ നിരോധിക്കുക എന്നുള്ളത് ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിലോ ലോക പശ്ചാത്തലത്തിലോ പ്രായോഗികമാണ് എന്ന് ഞങ്ങൾ കരുതുന്നേയില്ല. യഥാർത്ഥത്തിൽ നല്ല രീതിയിലുള്ള ബോധവൽക്കരണം ഒന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. സ്കൂളുകളിൽ, കോളേജുകളിൽ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലാകെ, മറ്റ് സാമൂഹ്യ മേഖലയിൽ, അതുപോലെ തന്നെ സാംസ്കാരിക തലങ്ങളിൽ എല്ലാം നടക്കുന്ന നിരവധിയായ കൂട്ടായ്മകളിലൂടെ വരും തലമുറയെങ്കിലും ഈ മദ്യാസക്തിയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്തിക്കൊണ്ട് മദ്യവർജനം എന്ന നിലപാട് ഫലപ്രദമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമകരമായ ജോലിയാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിർവഹിക്കുക എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മദ്യത്തിന്റെ അളവ് അല്ലെങ്കിൽ മദ്യ ഉപഭോഗം വർദ്ധിക്കാൻ ഉതകുന്ന ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിക്കില്ല. മദ്യ ഉപഭോഗം കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുക. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ഇന്നത്തെ നിലപാട്, UDFന്റെ നിലപാട്, യഥാർത്ഥത്തിൽ മദ്യനയം എന്ന ഒന്നില്ല, ഒരു നിലപാടും അവർക്കില്ല. ഇവിടെ ബിന്ദു കൃഷ്ണയെ പോലെയുള്ളവരൊക്കെ വെറുതെ കാര്യങ്ങൾ പറയല്ലാതെ അവരൊന്നും ഈ കാര്യത്തിൽ ഒന്നും അടിസ്ഥാനപരമായിട്ട് പ്രയോഗിക്കാനോ ചെയ്യാനോ സാധിക്കുന്നവരല്ല. കാരണം കോൺഗ്രസ്സാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ കോൺഗ്രസ് തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മദ്യം ഒഴുക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ വർക്കാണ് നടന്നത്. മദ്യം നിരോധിച്ചതിന് ശേഷം നിരോധിച്ചു എന്ന് ഇവർ പറഞ്ഞതിന് ശേഷം എവിടെയും നിരോധിച്ചിട്ടില്ല, ഒരു ബാറും പൂട്ടിയിട്ടില്ല.
എല്ലാ ബാറും തുറന്നു വെച്ചിരിക്കുകയാണ്. തുറന്നു വെച്ച ബാറിനെല്ലാം വൈനുണ്ട്, നല്ല ലഹരിയുള്ള വൈനുണ്ട്. ശരി, നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. മാത്രമല്ല കഴിഞ്ഞ ഒരു കൊല്ലക്കാലത്തെ തിരികെ വരും. താങ്കൾ ദയവായി തുടരുക. ശ്രീ എ സജീവൻ, LDF മദ്യനയം കുറെ കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് CPIM-ന്റെ മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗം, ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനെ നയിക്കുന്ന പിണറായി വിജയൻ മദ്യനിരോധനം ഞങ്ങളുടെ നയമല്ല, മദ്യവർജനമാണ് ഞങ്ങളുടെ നയം എന്ന് വിശദീകരിക്കുമ്പോൾ ഞങ്ങൾ മദ്യനിരോധനത്തിനു വേണ്ടിയുള്ള ഒരു നിലപാടും എടുക്കാൻ പോകുന്നില്ല എന്നുകൂടിയാണ് വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ അദ്ദേഹം ഈ പൂട്ടിയ ബാറുകൾ തുറക്കുന്ന കാര്യത്തിൽ ഒട്ടു വ്യക്തത വരുത്തിയിട്ടും ഇല്ല. കോൺഗ്രസ് അതേസമയം 5 സ്റ്റാറുകൾക്കും ഇനി ബാർ ലൈസൻസ് കൊടുക്കില്ല എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ രണ്ട് മുന്നണികൾക്കും മദ്യനയം വിശദീകരിക്കുന്ന കാര്യത്തിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും രണ്ട് മുന്നണികളും, ഞാൻ ഒന്നിനെയല്ല പറയുന്നത്, രണ്ട് മുന്നണികളും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പറയുന്നത്. ഇത് സത്യത്തിൽ ഒരു അപകടകരമായ കാര്യം കൂടിയാണ്. ഇങ്ങനെ വളരെ ലാഘവത്തോടു കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ടതല്ല ഇവിടുത്തെ മദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതൊരു ബിന്ദു കൃഷ്ണ പറഞ്ഞു മദ്യനിരോധനത്തിൻ്റെ ഏറ്റവും അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ പോകുന്നു എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ തന്നെ നമുക്കറിയാം മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വളരെയധികം കൂടിയിട്ടുണ്ട്, അതിഭീകരമായിട്ട് കൂടിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ വ്യാജ മദ്യം ഉണ്ടാക്കിയിട്ട് അതിൽ പല യഥാർത്ഥ ഫോറിൻ ലിക്കറിൻ്റെ, IMFL-ൻ്റെ അല്ല, യഥാർത്ഥ ഫോറിൻ ലിക്കറിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വിൽക്കുന്നത് ഈ അടുത്ത് കോഴിക്കോട്ട് പിടിച്ചു. എക്സൈസ് അല്ല, പോലീസ് കയറി പിടിച്ചു. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൽ പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെ ആളുകൾ വ്യാജ മദ്യം ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നതിന് വ്യാപകമായിട്ട് വരുന്നു. മറ്റു ലഹരി പദാർത്ഥങ്ങൾ, കഞ്ചാവിൽ മുതൽ മറ്റുള്ള പദാർത്ഥങ്ങളെല്ലാം, ഇതെല്ലാം വ്യാപകമായിട്ട് വരുന്നു. ഇതൊക്കെ ഒരു മദ്യത്തിനെ ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായില്ല. ഇത് സത്യത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആരാണോ ഭരിക്കുന്നത്, ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടിയിരുന്ന് ആലോചിച്ച് വളരെ വ്യക്തമായൊരു തീരുമാനത്തിൽ എത്തേണ്ട കാര്യമാണ്. അതിന് പകരം ഇപ്പോൾ ചെയ്യുന്നത് വളരെ തമാശക്കളി പോലെ ആവുന്നു. പ്രത്യേകിച്ച് UDF ഞാൻ ഇതായിട്ട് പറയുന്നില്ല, ഒരു UDF-നെയും LDF-നെയും വേർതിരിച്ച് പറയുന്നില്ല. ഇന്നുണ്ടായത് നോക്കാം. ഇന്നെന്താണ് പ്രത്യേകം? ഈ 6 പുതിയ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ലൈസൻസ് കൊടുക്കാൻ ആരാ തീരുമാനിച്ചത്? LDF അല്ലല്ലോ, അല്ലെങ്കിൽ പ്രതിപക്ഷമല്ലല്ലോ, കോടതി പറഞ്ഞിട്ടല്ലല്ലോ. ഇത് തീരുമാനിച്ചത് ഇപ്പോൾ ഭരിക്കുന്ന ആളുകളാണ്. എന്നിട്ട് അതിന് ശേഷം അടുത്ത ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ എന്താ, ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ല പറഞ്ഞു. പിന്നീട് സുധീരൻ നിലപാട് ശക്തമാക്കിയപ്പോഴും ലീഗ് നിലപാട് ശക്തമാക്കിയപ്പോഴും ഇപ്പോൾ പറഞ്ഞ കാര്യം എന്താ, അത് ഇനി പുതിയതൊന്നും കൊടുക്കില്ല എന്ന്. ബിന്ദു കൃഷ്ണ വക്കീലാണ്. ബിന്ദു കൃഷ്ണയെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയേണ്ട ആളാണ്. ബിന്ദു കൃഷ്ണയോട് ഞാൻ ചോദിക്കുന്നു, ഈ ഒരു വാദവുമായിട്ട് ഏതെങ്കിലും ഒരു കോടതിയിൽ പോയാൽ കോടതി അംഗീകരിക്കും? അത് പുതുതായിട്ട് രൂപം മാറ്റി വന്ന 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് കൊടുക്കില്ല, ഇപ്പോൾ നിലവിലുള്ളതിന് കൊടുക്കും, ഇനി വരുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കാം എന്നൊരു നിലപാടിന് സർക്കാരിന് എടുക്കാൻ പറ്റുമോ? താങ്കൾ പറഞ്ഞു ഞങ്ങൾ മദ്യ ഉപഭോഗം കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കുക എന്ന്. LDF-ന്റെ കൺവീനറും പിണറായി വിജയനും ഇത് തന്നെ പറയുന്നു. LDF-ന്റെ പ്രകടന പത്രിക ഇത് പറയുന്നു. അത് പക്ഷേ ഒരു പൊതു പ്രസ്താവനയാണ്, അതിനൊരു റോഡ് മാപ്പില്ല. എങ്ങനെയാണ് മദ്യ ഉപഭോഗം കുറച്ചു കൊണ്ടുവരുന്നത്, എങ്ങനെയാണ് മദ്യലഭ്യത കുറച്ചു കൊണ്ടുവരുന്നത്, ഇക്കാര്യം LDF അഭിസംബോധന ചെയ്യുന്നില്ല. ഇവിടെ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പോൾ സംസ്ഥാനത്ത് 30 ബാറുകൾക്ക് മാത്രമേ FL3 ലൈസൻസ് കൊടുത്തിട്ടുള്ളൂ. 809 ബാറുകൾക്ക് FL11 ലൈസൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് ബിയറും വൈനും മാത്രമേ അവയ്ക്ക് വിൽക്കാൻ സാധിക്കൂ. രണ്ടും 2 ലൈസൻസാണ്. ഈ 30-ൽ കൂടുതൽ ഹോട്ടലുകൾക്ക്, ഈ 809 ഹോട്ടലുകൾക്ക് FL3 ലൈസൻസ് LDF വന്നാൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അതെ, അതിനാണ് ഞാൻ നേരത്തെ മറുപടി പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ 1 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മദ്യനയം എന്താണ് എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കും. അങ്ങനെയല്ലാതെ അഡ്വാൻസ് ആയിട്ട് ഇപ്പോഴും തന്നെ ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ സാധിക്കുന്നതല്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ 85% വരുന്ന കേരളത്തിലെ മദ്യ ഉപഭോഗത്തിൻ്റെ സ്രോതസ് ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്, ഔട്ട്ലെറ്റുകളിൽ നിന്നാണ്. ബാക്കി 15% മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ബാറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഈ 85% വരുന്ന ഉപഭോഗത്തിൻ്റെ പശ്ചാത്തലം പൂർണ്ണമായിട്ട് ഗവൺമെൻറ് കൈകാര്യം ചെയ്തുകൊണ്ട് 10 കൊല്ലം കൊണ്ട് ഞങ്ങൾ പടിപടിയായിട്ട് കുറച്ചതിൻ്റെ അവസാനം വരുത്തുമെന്ന് പറയുന്നവർ
ഒരു തരത്തിലുള്ള വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പഠിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നതല്ല. ലോകത്തെവിടെയാണ് മദ്യനിരോധനം ഫലപ്രദമായി നടപ്പിലാക്കാനായത്? ഇപ്പോൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ മദ്യനിരോധനം നടപ്പിലാക്കിയിരുന്നു. ഓരോ സംസ്ഥാനവും അത് ഒഴിവാക്കി വരികയാണ്. ചില രാഷ്ട്രീയ പാർട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ താല്പര്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മദ്യനിരോധനം എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്ത് മദ്യനിരോധനം പ്രാവർത്തികമാക്കാൻ ഈ ലോകത്തെവിടെയും സാധിക്കാത്തതാണ് എന്ന് ലോകത്തെ വിവിധ കോടതികൾ, വിവിധ ചിന്തകന്മാർ എല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഞങ്ങളിവിടെ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ മുമ്പ് നിങ്ങളൊരു കാര്യം ഓർക്കുന്നുണ്ടാവും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി AK ആന്റണി ഏറ്റവും അവസാനം ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ചാരായം നിരോധിച്ചു. എന്നിട്ട് എല്ലാവരോടും ചോദിച്ചു, ചാരായ നിരോധനം ഞങ്ങൾ നടത്തിയിരിക്കും, നിങ്ങൾ ചാരായം പുനഃസ്ഥാപിക്കുമോ? അന്ന് ഞങ്ങൾ പറഞ്ഞു ഗവൺമെൻറ് വരട്ടെ, അപ്പോൾ നിലപാട് സ്വീകരിക്കും. ഞങ്ങളുടെ നിലപാട് മദ്യവർദ്ധനം തന്നെയാണ്. പക്ഷേ അങ്ങനെയെല്ലാം പറഞ്ഞെങ്കിലും ഞങ്ങൾ ഭരണത്തിൽ വന്നപ്പോൾ ചാരായം നിരോധിച്ചതിൽ മാറ്റി ഇനി ചാരായം യഥേഷ്ട ഒഴുകിക്കോട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. കാരണം അപ്പോഴും ഞങ്ങളുടെ മുദ്രാവാക്യത്തിൽ മദ്യലഭ്യത കുറക്കുക എന്നത് വളരെ ഗൗരവമുള്ള പ്രശ്നം തന്നെയാണ്. ശരി, അങ്ങനെയാണ് ഇടത് മുന്നണി വിശദീകരിക്കുന്നത്. തുടരുക ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ. ശ്രീ സിജോ പൈനാടത്ത്, രണ്ട് മുന്നണികളുടെയും മദ്യം സംബന്ധിച്ച സമീപനം വന്നിരിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടമായതുകൊണ്ട് ഒരു വോട്ടും പോകരുത് എന്ന നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ട് വളരെ മൃദുവായി എല്ലാ ആളുകളെയും കണക്കിലെടുത്തുകൊണ്ടുള്ള സംസാരമാണ് ഈ മുന്നണികളുടെ പ്രകടന പത്രികയിലും അത് വിശദീകരിക്കുന്ന പത്രസമ്മേളനങ്ങളിലും ഉണ്ടാകുന്നത്. ഇത് ആത്മാർത്ഥതയുള്ളതാണെന്ന് കരുതുന്നുണ്ടോ? സഭയെ സംബന്ധിച്ചിടത്തോളം മദ്യവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഒരു രാഷ്ട്രീയ വിഷയത്തിനപ്പുറത്തേക്ക് ഒരു സാമൂഹ്യ വിഷയമാണ്. LDFനും UDFനും കേരളത്തിനകത്ത് ഇത് രാഷ്ട്രീയ വിഷയമായിരിക്കാം, തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രചരണ വിഷയമായിരിക്കാം. പക്ഷേ കേരളത്തിലെ സഭാമക്കൾ ഈ വിഷയം സമീപിക്കുന്നത് അത്തരം അർത്ഥത്തിലല്ല. അതിനേക്കാൾ അപ്പുറത്ത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന, മുഴുവൻ സമൂഹത്തെ ബാധിക്കുന്ന ഒരു സാമൂഹ്യ ദുരന്തം എന്നുള്ള നിലയ്ക്കാണ്. ഇത് രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു സമൂഹത്തിന്റെ പൊതുപ്രശ്നമായി കാണാൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഇരുപക്ഷങ്ങളും ഒരുമിച്ച് ചർച്ച ചെയ്യാൻ സമൂഹത്തിന് ആവശ്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ളതാണ് സഭയുടെ സ്വപ്നം. ഇവിടെ UDFന്റെയും ഇടതുപക്ഷത്തിന്റെയും മദ്യ നയം തീർച്ചയായും അവ്യക്തത ഉള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലും നമുക്ക് മനസ്സിലാവുക. ഞങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യം, സഭ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം, ഒരു വശത്ത് സമ്പൂർണ്ണ മദ്യ നിരോധനം 10 വർഷം കൊണ്ട് നടപ്പാക്കും എന്ന് UDF പറയുമ്പോഴും പ്രകടന പത്രികയിലൂടെ ആവർത്തിക്കുമ്പോഴും മറുവശത്ത് 5 സ്റ്റാർ ബാറുകൾക്ക്, നേരത്തെ പറഞ്ഞതുപോലെ വലിയ ബാറുകൾക്ക് അനുമതി കൊടുക്കുകയും ചെയ്യുന്നതിന്റെ ലോജിക്ക് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇത് മനസ്സിലാവാത്തത് സഭയ്ക്ക് മാത്രമല്ല, ചിന്തിക്കുന്ന മലയാളി സമൂഹത്തിന് മുഴുവനും ഈ ലോജിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് ചോദ്യം. സഭ ഉയർന്ന ചോദ്യം ഇതാണ്. ഒരു വശത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം പറയുകയും അത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ആയുധമായി മാറ്റുകയൊക്കെ ചെയ്യുമ്പോൾ മറുവശത്ത് പൂർണ്ണമായും അതിന്റെ സമ്പൂർണ്ണ മദ്യനിരോധനത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കാത്ത തരത്തിൽ 5 സ്റ്റാർ ബാറുകളെ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യം. ഇടതുപക്ഷം പറയുന്നത് പോലെ നമ്മുടെ നാട്ടിലെ മദ്യ ലഭ്യത കുറഞ്ഞിട്ടില്ല, മദ്യ ഉപഭോഗവും കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. നിലവിൽ സംസ്ഥാനത്ത് 814 ബിയർ ആൻഡ് വൈൻ പാർലറുകൾ, 30 5 സ്റ്റാർ ഹോട്ടലുകൾ, 268 ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകൾ, 38 കൺസ്യൂമർ ഫുഡ് ഔട്ട്ലെറ്റുകൾ എന്നിവ തുറന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് UDF സർക്കാർ ഞങ്ങൾ സമ്പൂർണ്ണ മദ്യനിരോധനമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പറയുന്നത്. ബാർ ഉടമകളുടെ കേസ് കോടതിയിൽ ചെന്നപ്പോൾ സുപ്രീം കോടതി ചോദിക്കുകയുണ്ടായി, നിങ്ങൾക്ക് സമ്പൂർണ്ണ മദ്യനിരോധനമാണ് ലക്ഷ്യം എങ്കിൽ 5 സ്റ്റാർ ഹോട്ടലുകൾ കൂടി ബാറുകൾ നിർത്തുന്ന തരത്തിലേക്ക് ഒരു തീരുമാനം എടുത്തുകൂടെ എന്ന്. ഇന്നിപ്പോൾ കേരളം ആ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ വളരെ വലിയ വാചകമടി വസ്തുതയുള്ളതാണെങ്കിൽ, ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ UDFന് ഇനി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങളുടെ മദ്യനയപ്രകാരം ഈ FL3 ലൈസൻസ് ഒരാൾക്കും കൊടുക്കില്ല എന്ന ഒരു നയം സ്വീകരിക്കും എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അതിന് വ്യക്തതയുണ്ട്. അതിന് പകരം ഇനി വരുന്ന 5 സ്റ്റാറുകൾക്ക് വ്യവസ്ഥകൾ കർക്കശമാക്കും, കൺവേർട്ട് ചെയ്ത് 5 സ്റ്റാർ ആകുന്നവയ്ക്ക് ലൈസൻസ് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ, നോക്കൂ, മലയാളികൾ വിദ്യാഭ്യാസമുള്ള ആളുകളല്ലേ, അവർ അതിനെ എത്ര അളവിൽ വിശ്വസിക്കും?
മലയാളികൾ വിദ്യാഭ്യാസമുള്ളവരും പ്രബുദ്ധതയുള്ളവരും കാര്യങ്ങൾ വിവേചന ബുദ്ധിയോടുകൂടി തിരിച്ചറിയുന്നവരുമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അഭിലാഷ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ UDFന്റെ മദ്യനയത്തെ കേവലം ഒരു വാചകമടിക്ക് അപ്പുറത്തേക്ക് യാഥാർത്ഥ്യബോധമുള്ളതാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയും. ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ മദ്യ ഉപഭോഗം കുറഞ്ഞിട്ടില്ല എന്നത് വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. 20% മൊത്തത്തിലുള്ള മദ്യ ഉപഭോഗം 20% കുറയുകയും അതുപോലെ തന്നെ വിദേശ നിർമ്മിത മദ്യത്തിന്റെ ഉപയോഗം 24% കുറയുകയും ചെയ്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പോലീസ് സ്റ്റേഷനിലെ കേസുകളും മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ്സും അതുപോലെ തന്നെ വിവാഹമോചന കേസുകളുടെ രജിസ്ട്രേഷനും ഒക്കെ തന്നെ കണക്കുകൾ പരിശോധിച്ചാൽ മദ്യ ലഭ്യത കുറഞ്ഞ ഞാൻ ആ കാര്യത്തിൽ വലിയ തർക്കം ഉന്നയിക്കാത്തത്. പക്ഷേ എക്സൈസ് വകുപ്പ് നൽകുന്ന കണക്ക് അനുസരിച്ചാണെങ്കിൽ മദ്യത്തിന്റെ ഉപഭോഗം കൂടിയിട്ടേ ഉള്ളൂ. 39.78 ലക്ഷം കേസ് മദ്യം 14-15 അപേക്ഷിച്ച് 15-16 വർഷത്ത് അധികം വിൽക്കുകയുണ്ടായി ബിവറേജസ് കോർപ്പറേഷൻ. അതായത് 4,77,00,000 കുപ്പികൾ ഫുൾ ബോട്ടിലുകൾ അധികമായി വിൽക്കുകയാണ് ഉണ്ടായത് ഈ മദ്യനയം വന്നതിന് ശേഷം. ബാറുകളിലുള്ള കൂടി കുറഞ്ഞിട്ടുണ്ടാകും, പക്ഷേ മലയാളികൾ മദ്യം കുടിക്കുന്നത് കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടുണ്ട്. ഒരാൾ പോലും ഈ മദ്യനയത്തെ തുടർന്ന് കുടി നിർത്തിയിട്ടില്ല എന്ന് താങ്കൾ പറയുകയാണെങ്കിൽ ഏത് കണക്കിനെ ഉദ്ദേശിച്ചാലും ആ കണക്കിനോട് യോജിക്കാൻ കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും നമ്മുടെ നിത്യജീവിതം നേരിട്ട് കാണുന്ന ഒരാൾക്കും കഴിയുകയില്ല. അതൊരു സത്യമാണ്. ആ സത്യത്തെ മറയ്ക്കാൻ നമുക്ക് കഴിയില്ല. ഞാനൊന്ന് ആദരണീയനായ ഗോവിന്ദൻ മാസ്റ്ററോട് ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രകടന പത്രിക, നിങ്ങളുടെ LDFന്റെ കൺവീനർ അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ മദ്യം വാങ്ങുന്ന പ്രായം 23 വയസ്സാക്കുമെന്നും അതുപോലെ തന്നെ സാക്ഷരതാ മിഷൻ പോലെ ഞങ്ങൾ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും പറയുന്നു. എന്തുകൊണ്ട് പൂട്ടിയ ബാറിന്റെ കാര്യം ചോദിക്കുമ്പോൾ മാത്രം അത് ആ വർഷം നടപ്പിലാക്കുമെന്ന് പറയുന്നു? സൂര്യന് താഴെയുള്ള മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചും മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രകടന പത്രിക ഒരു രാഷ്ട്രീയ കക്ഷിക്ക് പക്ഷേ ഈ ഒറ്റ കാര്യം ചോദിക്കുമ്പോൾ മാത്രം മറുപടിയില്ല. നിങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ സീതാറാം യെച്ചൂരി പറഞ്ഞ വാക്കുകളെ പോലും അത് അപ്പം ആലോചിക്കാം യെച്ചൂരി പറഞ്ഞ കാര്യമെന്ന് ശ്രീ പിണറായി വിജയൻ പറയുന്നിടത്ത് നിന്നുകൊണ്ട് CPM കേരളത്തിലെ മദ്യ മുതലാളിമാരുമായി ഉണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ നേർസാക്ഷ്യമാണ് അതെന്ന് കേരളത്തിലെ ജനത സംശയിച്ചാൽ ഒരുപാട് പേരത് സംശയിക്കുകയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അത് അല്ല എന്ന് നിഷേധിക്കുവാൻ അത് ജനം വിശ്വസിക്കാത്ത ഇടതുമുന്നണിയോടുള്ള താങ്കളുടെ ചോദ്യം പ്രസക്തമാണ്. പക്ഷേ അപ്പോഴും കേരളത്തിൽ ആരും വിശ്വസിക്കില്ല ഈ കണക്കുകൾ എന്ന് പറഞ്ഞാൽ ഇത് സർക്കാരിൻ്റെ ഔദ്യോഗികമായ കണക്കുകളാണ്. ബിവറേജസ് കോർപ്പറേഷൻ വഴിയുള്ള മദ്യവിൽപ്പനയുടെ കണക്ക് 2014-2015 വർഷത്തിൽ 316 കേസ് ആയിരുന്നുവെങ്കിൽ തൊട്ട് മുൻപുള്ള വർഷം, അതായത് ഈ കഴിഞ്ഞ അവസാനിച്ച വർഷം അത് 355 കേസാണ്. മദ്യവിൽപ്പനയിലൂടെ കേരളത്തിന് ലഭിച്ച വരുമാനം ഒന്ന് നോക്കൂ. 11,550 കോടി കിട്ടി ഖജനാവിലേക്ക്. 14-15 അത് 10,012 കോടിയേ ആയിരുന്നുള്ളൂ. അതായത് 1,537 കോടി രൂപ നിങ്ങൾ ഈ കൊട്ടിഘോഷിക്കുന്ന മദ്യനയം നടപ്പാക്കിയതിന് ശേഷമുള്ള വർഷം അധികമായി ഖജനാവിലേക്ക് കിട്ടിയതാണ്. നികുതി വരുമാനവും കൂടിയിട്ടുണ്ട്. വിൽപ്പന നികുതിയും സെസ്സുമായി 868.58 കോടി രൂപ ഈ മദ്യനയം നടപ്പാക്കിയതിന് ശേഷമുള്ള വർഷം കേരളത്തെ സംബന്ധിച്ച് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ കണക്കും, ഇനിയിപ്പോൾ കേസ് കുറഞ്ഞു എന്ന് പറയുന്നു, കേസുകൾ കൂടിയിട്ടാണുള്ളത്. മയക്കുമരുന്ന് കേസ്, നർക്കോട്ടിക്സ് കേസ് മാത്രം 4,105 കേസുകൾ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തു. അത് റെക്കോർഡാണ്. 2014-2015 10,064 ലിറ്റർ വ്യാജമദ്യമാണ് പിടിച്ചിരുന്നത് എങ്കിൽ ഇതാ ഈ വർഷം 38,228 ലിറ്റർ വ്യാജമദ്യം പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ സർക്കാരിൻ്റെ കണക്കാണ്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വരുമാനത്തിലൊക്കെ വലിയ കൂടുതൽ ഉണ്ടായി. കാരണം കുത്തനെയാണ് ഇതിന് മേളിലുള്ള നികുതി കൂട്ടിയതടക്കം സർക്കാരിന്റെ വരുമാനം കൂടുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയത്. എക്സൈസിന്റെ കേസുകളും അതുപോലെ തന്നെ നാർക്കോട്ടിക് സബ്സ്റ്റൻസസിന്റെ കേസുകളും സംബന്ധിച്ച് കേസുകൾ കൂടിയിട്ടുണ്ട്. നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ്, ഉപഭോഗ സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് മദ്യലഭ്യത കുറഞ്ഞാൽ മറ്റു കാര്യങ്ങളിലേക്ക്, നാർക്കോട്ടിക് സബ്സ്റ്റൻസിലേക്ക് ആളുകൾ തിരിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അവിടെയൊക്കെ ഫലപ്രദമായി ഗവൺമെന്റ് ഏജൻസികൾ, എക്സൈസ് അടക്കമുള്ള വകുപ്പുകൾ, പോലീസ് അടക്കമുള്ള വകുപ്പുകൾ ഇടപെട്ടത് കൊണ്ടാണ് ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഒരു നയം നടപ്പിലാക്കുമ്പോൾ അതിനുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ നേരിടുവാൻ, അത് ജനപക്ഷത്ത് നിന്നുകൊണ്ട്, സാമൂഹ്യക്ഷേമ പക്ഷത്ത് നിന്നുകൊണ്ട് നേരിടുവാൻ പൊതുസമൂഹം കൂടി തയ്യാറാണ്. വിശേഷിച്ചും മദ്യം പോലെയുള്ള ഒരു മഹാവിപത്തിനെ നേരിടുവാൻ വേണ്ടി നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതാണ്. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം LDF അടക്കമുള്ള പൊതുസമൂഹത്തിനുണ്ട്. ശരി തുടരുക ശ്രീമതി ബിന്ദു കൃഷ്ണ. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, സീതാറാം യെച്ചൂരി CPIMന്റെ ജനറൽ സെക്രട്ടറി ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മദ്യ നയവുമായി ബന്ധപ്പെട്ട് UDF സർക്കാർ എടുത്ത ഒരു നടപടിയും ഞങ്ങൾ പിൻവലിക്കില്ല എന്നാണ്.
ഒരു റിവേഴ്സൽ ഉണ്ടാകില്ല എന്ന് ഖണ്ഡിതമായി സീതാറാം യെച്ചൂരി പറയുകയുണ്ടായി. ഇന്ന് പിണറായി വിജയൻ പറയുന്നത് സീതാറാം യെച്ചൂരി പറഞ്ഞ കാര്യം അടുത്ത LDF സർക്കാർ വന്നാൽ ആലോചിക്കാം, അത് ഇപ്പോൾ പറയേണ്ട കാര്യമല്ല എന്നാണ്. ഇന്നലെ LDF കൺവീനർ വൈക്കം വിശ്വൻ പറഞ്ഞത് സീതാറാം യെച്ചൂരി അങ്ങനെ പറഞ്ഞു, പക്ഷേ ബാറുകൾ സംബന്ധിച്ച വസ്തുത എനിക്കും നിങ്ങൾക്കും അറിയാമല്ലോ എന്ന് പത്രക്കാരോട് ചോദിക്കുകയാണ്. അപ്പോൾ സീതാറാം യെച്ചൂരി പറഞ്ഞതല്ല നയം എന്ന് സംസ്ഥാനത്തെ നേതാക്കൾ, അതായത് ജനറൽ സെക്രട്ടറിയെ തന്നെ തള്ളിക്കൊണ്ട് വ്യക്തമാക്കുകയാണ്. അല്ല, ഞങ്ങളുടെ നയം എന്താണെന്ന് വ്യക്തമാക്കിയല്ലോ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, മദ്യവർജനമാണ് ഞങ്ങളുടെ നയം, മദ്യനിരോധനം അല്ല. മദ്യവർജനത്തിലൂടെ ജനങ്ങളുടെ മദ്യാസക്തി കുറക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തണം. അതാണ് ഞാൻ നേരത്തെ പറയാൻ വന്നത്. മുമ്പ് ഒരു പ്രാവശ്യം ഈ കേരളത്തിൽ ചാരായം നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാട് അന്നത്തെ AK ആന്റണി ഗവൺമെൻറ് സ്വീകരിച്ചു. അപ്പോൾ AK ആന്റണി ഗവൺമെൻറ് സ്വീകരിച്ച ആ നയം നടപ്പിലാക്കുന്നതിൻ്റെ ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ അന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിലാണ് ഞങ്ങളൊക്കെ ആദ്യമായിട്ട് മത്സരിക്കുന്നത്. ആ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ വലിയ ചോദ്യമായിരുന്നു, നിങ്ങളുടെ നിലപാടെന്താണ്? ഞങ്ങൾ അന്ന് ഉറപ്പിച്ച് പറഞ്ഞു, ഞങ്ങൾ ഗവൺമെൻറ് രൂപീകരിക്കാൻ ഇടവന്നാൽ നയം എന്താണ് എന്ന് ഗവൺമെൻറ് വ്യക്തമാക്കും. ഞങ്ങൾ മദ്യവർജനമാണ്, മദ്യാസക്തി കുറക്കാനുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തും, അതുപോലെ തന്നെ മദ്യ ലഭ്യത കുറക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവും സംഘടിപ്പിക്കും. ഇത് മൂന്ന് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അന്ന് അധികാരത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് വന്നു. ചാരായം നിരോധിച്ചതുകൊണ്ടൊന്നും UDFന് അധികാരത്തിൽ വരാൻ പറ്റിയില്ല. അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിൽ പൂട്ടിയ ചാരായ ഷാപ്പുകളൊന്നും ഇടത് ജനാധിപത്യ മുന്നണി തുറന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യഥാർത്ഥത്തിലുള്ള നിലപാടെന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഈ മദ്യ ലഭ്യത കുറക്കുക എന്നുള്ള നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നോട്ടേക്ക് പോവുക തന്നെയാണ് ചെയ്തത്. ഇവിടെയും നിലപാട് വ്യക്തമാണ്. ഇന്നത്തേതിൽ നിന്ന് 1 ലിറ്റർ മദ്യം പോലും കൂടുതൽ വിൽക്കാൻ സാധിക്കുന്ന നിലപാടിലേക്കല്ല, ലഭ്യത കുറക്കുന്ന നിലപാടിലേക്കാണ് ഞങ്ങൾ പോവുക എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ല, അത് നിലപാടാണ്. ശരി, അത് നിങ്ങളുടെ നിലപാടാണ്, അത് വ്യക്തമാക്കി. അതെങ്ങനെ പ്രായോഗിക അർത്ഥത്തിൽ നടപ്പാക്കും എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഈ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് FL3 ലൈസൻസുകൾ 5 സ്റ്റാർ ഒഴികെയുള്ള ഹോട്ടലുകൾക്ക് കൊടുക്കേണ്ട എന്നുള്ള ഒരു നടപടി, അത് മദ്യലഭ്യത കുറയ്ക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. അതേമാതിരി തന്നെ 10% വീതം ബിവറേജസ് ഔട്ട്ലെറ്റുകൾ ഓരോ വർഷവും അടച്ചു. ഇപ്പോൾ ആകെ ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ 20% 2 വർഷത്തിനുള്ളിൽ അല്ല. അപ്പോൾ മദ്യലഭ്യത കുറയ്ക്കും എന്ന് പറയുന്ന ഇടതുപക്ഷം ഇതേ നടപടികൾ തുടരുകയാണോ, അതോ ഇതുമാതിരിയുള്ള നടപടികൾ വേറെ സ്വീകരിക്കുകയാണോ ചെയ്യുക? അല്ല, അതൊക്കെ ഇപ്പം എങ്ങനെയാ പറയാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല. ഗവൺമെൻറ് വന്നാൽ ഗവൺമെൻറ്റിൻ്റെ നയമാണ്, ഒരു കൊല്ലത്തേക്കുള്ള നയമാണ് മദ്യനയം. ആ നയം ഞങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. എന്നാൽ ഞങ്ങൾ പൊതുവായ ധാരണയാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് വെക്കുന്നത്. മദ്യാസക്തി കുറക്കാൻ വേണ്ടി വളരെ ഫലപ്രദമായ ഇടപെടൽ വേണം. എല്ലാ ജനവിഭാഗങ്ങളുടെയും മുമ്പിൽ അത് മുന്നോട്ടേക്ക് വെക്കാനാവണം. മദ്യാസക്തിക്കെതിരായിട്ട് നിൽക്കുന്ന മുഴുവൻ ജനങ്ങളെയും വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കണം. വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ് വിദ്യാഭ്യാസം തന്നെ വേണം. 1-ാം ക്ലാസ് മുതലേ കുട്ടികളിലേക്ക് ഈ പറയുന്ന രീതിയിലുള്ള മദ്യാസക്തി വർദ്ധിപ്പിക്കാനുള്ള പ്രചാരവേല നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ പശ്ചാത്തലത്തിൽ LP സ്കൂൾ മുതൽ ഹൈസ്കൂൾ വരെ, ഇപ്പോൾ ഹൈസ്കൂളിലെ കുട്ടികൾ തന്നെ മദ്യാസക്തിക്ക് വിധേയപ്പെടുന്നു എന്നുള്ളതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. LP മാത്രമല്ല, LP സ്കൂളിലെ കുട്ടികൾ പോലും മദ്യാസക്തിക്ക് വിധേയപ്പെടുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പുകവലി നിരോധിച്ചിട്ടില്ലല്ലോ. പക്ഷേ പുകവലി കുറച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കുറച്ചത്? നല്ല ഫലപ്രദമായ ഇടപെടലാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും നടപടി ഇതിനെ കുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കിയപ്പോൾ ഗവൺമെൻറ്റും അതുപോലെ തന്നെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും ജനങ്ങളാകുകയും പൊതുജനങ്ങളാകുകയും ശക്തിയായി രംഗത്ത് വന്നപ്പോൾ സിഗരറ്റ് ഇവിടെയുണ്ട്, ബീഡി ഇവിടെയുണ്ട്, പക്ഷേ ആരും സിഗരറ്റും ബീഡിയും വലിക്കുന്നില്ലല്ലോ കാര്യമായിട്ട്. അതുപോലെ ഫലപ്രദമായിട്ട് നമുക്ക് കുറക്കാൻ കഴിയും. ലഭ്യത കുറക്കാൻ ആവശ്യമായ നിലപാട് നമുക്ക് സ്വീകരിക്കാനാവും. വളരെ ഫലപ്രദമായിട്ടുള്ള ബോധവൽക്കരണം നടത്താനാവും. പിന്നെ പൊതുവായിട്ട് ബോധവൽക്കരണം കൊണ്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ ബിന്ദു കൃഷ്ണ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബോധവൽക്കരണം കൊണ്ട് ഗുണമുണ്ടായവരാണ് ഞങ്ങളൊക്കെ. ശരി, അങ്ങനെ താങ്കൾ വിശദീകരിക്കുന്നു. സജീവൻ, ഇവിടെ ഇടതുമുന്നണിയുടെ മദ്യനയം മദ്യനിരോധനമല്ല മദ്യവർജനമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ സാമാന്യമായി മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ തുടരില്ല എന്നായിരിക്കുമല്ലോ. ഒരുപക്ഷെ ഈ പൂട്ടിയ ബാറുകൾക്ക് വീണ്ടും
വീര്യം കൂടിയ വിദേശ മദ്യം വിൽക്കാനുള്ള ലൈസൻസ് കൊടുത്തില്ല എങ്കിൽ പോലും കുറച്ചൊക്കെ ഇളവുകൾ ഈ ബെവ്കോ എല്ലാ വർഷവും പൂട്ടുക എന്ന നടപടി പിൻവലിക്കുകയും 4 സ്റ്റാർ പോലെയുള്ള ഹോട്ടലുകൾക്ക് ഇനി അവരുടെ മദ്യനയം വരുമ്പോൾ FL3 ലൈസൻസ് കൊടുക്കാൻ ഉപയുക്തമായ നയം സ്വീകരിക്കുകയും ഒക്കെ ചെയ്യും എന്നല്ലേ പുറത്തുള്ള ആളുകളൊന്ന് സാമാന്യമായി നിരീക്ഷിച്ചാൽ മനസ്സിലാക്കുക? അല്ല, അങ്ങനെ നിരീക്ഷിക്കുന്നതിലോ അല്ലെങ്കിൽ അങ്ങനെ അഭിപ്രായപ്പെടുന്നതിലോ തെറ്റില്ല. പക്ഷേ ഇപ്പോൾ നേരത്തെ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് എനിക്ക് കൺവിൻസിംഗ് ആയി തോന്നി. ഞങ്ങൾ ചാരായ നിരോധനം വീണ്ടും ചാരായ നിരോധനം വന്ന സമയത്ത് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ചാരായ നിരോധനം നീക്കുമെന്നോ അല്ലെങ്കിൽ തുടരുമെന്നോ ഞങ്ങൾ അതിന് ഇലക്ഷന് മുമ്പേ പറഞ്ഞില്ല. വന്നിട്ട് ഞങ്ങൾ നടത്തിയില്ലല്ലോ, പിന്നീട് അത് ചാരായ രംഗത്ത് വീണ്ടും കൊണ്ടുവന്നില്ലല്ലോ എന്നൊരു ചോദ്യമുണ്ട്. അത് സ്വാഭാവികമാണ്. അതേപോലെ ഇനിയിവിടെ ഈ FL3 ലൈസൻസ് ഉള്ള ബാറുകളുടെ എണ്ണം കൂട്ടുമെന്നുള്ള അവർ പ്രഖ്യാപിക്കുമ്പോഴാണ് നോക്കേണ്ടത്. ആ കൂട്ടുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടില്ല. മറ്റൊന്നുള്ളത്, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ UDF വന്നാലും LDF വന്നാലും സംഭവിക്കാൻ പോകുന്നൊരു കാര്യം, ഈ FL3 ലൈസൻസ് ഉള്ള ബാറുകളുടെ എണ്ണം കൂടും. കാരണം 5 സ്റ്റാർ ഹോട്ടലിൻ്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ നിയമം തന്നെ അവ്യക്തമാണ്. അതിലാണ് പ്രശ്നം. ഇപ്പോൾ സർക്കാർ എടുത്തുള്ള നിലപാടിൽ 5 സ്റ്റാർ ഹോട്ടലുകളെ നിരോധിച്ചിട്ടില്ല. പുതുതായിട്ട് വരുന്ന രൂപം മാറ്റി വരുന്നവയ്ക്ക് കൊടുക്കില്ല എന്ന ഒരു പ്രഖ്യാപനമാണ്. അത് തീരുമാനമല്ല. അത് കോടതിയിൽ പോയാൽ നിലനിൽക്കില്ല. മറ്റൊന്നുള്ളത്, മദ്യത്തിൻ്റെ ഉപയോഗം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഇപ്പോൾ അഭിലാഷ് തന്നെ പറഞ്ഞു. ഇതിനേക്കാൾ ഒരു വലിയ തമാശയുണ്ട്. നമ്മളൊക്കെ അറിയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ മദ്യം വാങ്ങുന്ന തൊഴിലാളികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അത് കൂടുതൽ അങ്ങനെ ഉണ്ടായിട്ട് ഒരു പുതിയ ഒരു തൊഴിലാളി വർഗ്ഗമാണ്. ക്യൂവിൽ നിൽക്കാൻ പറ്റാത്ത ആളുകൾക്ക് ദിവസവും മദ്യം വാങ്ങിക്കൊടുത്തിട്ട് 1000, 1500, 2000 രൂപ കൂലി കിട്ടുന്ന ആളുകളുടെ എണ്ണം കൂടിയിരിക്കുന്നു. അതാണ് ഇവിടെ പല ആളുകളും ക്യൂവിൽ നിൽക്കാതെ മദ്യം കിട്ടുന്നൊരവസ്ഥ ഉണ്ടാക്കി തീർത്തുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല. ഇവിടെ നിർബന്ധമായിട്ടും ഒരു നയം രൂപീകരിക്കണമെങ്കിൽ അത് ഞങ്ങളുടെ നയം എന്നുള്ളതല്ല, നമ്മുടെ നയം എന്നുള്ളത്. അത് സത്യത്തിൽ ഇവിടെ സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മുടെ നയം എന്നുള്ള രൂപത്തിൽ വരാൻ UDF LDF അങ്ങനെയല്ല. ബിന്ദു കൃഷ്ണയോട് ഏതാണ്ട് 110ഓളം ഹോട്ടലുകളാണ് ഇപ്പോൾ 4 സ്റ്റാർ സൗകര്യങ്ങൾ ഒരുക്കി ആ നിലയിലേക്ക് മാറിയത്. പക്ഷേ 5 സ്റ്റാറിന് മാത്രമേ ലൈസൻസ് നൽകൂ എന്ന സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം കൊണ്ട് തന്നെ ആ ഹോട്ടലുകളിൽ തന്നെ ഒരു വിഭാഗം വീണ്ടും സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് 5 സ്റ്റാർ ക്ലാസിഫിക്കേഷൻ നേടാനുള്ള ശ്രമത്തിലാണല്ലോ. അങ്ങനെ നിലവിലുള്ള 4 സ്റ്റാറും 3 സ്റ്റാറുമായിട്ടുള്ള ഹോട്ടലുകളൊക്കെ 5 സ്റ്റാറായി മാറി ബാറുകൾ നേടിയാൽ തന്നെ എന്താണ് അതുകൊണ്ട് പ്രയോജനം? അല്ല, 5 സ്റ്റാർ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്താൽ ഇപ്പോഴത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് തന്നേ പറ്റൂ. അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യമാണ്. അതിന് ബഹുമാനോട് ബിന്ദു കൃഷ്ണ പറയുന്ന പോലെ അതിനൊരു അത് ശരിയാണ് ശ്രീ ബിനോയ്. 5 സ്റ്റാർ ആയി അപ്ഗ്രേഡ് ചെയ്ത് ഇനി ബാർ വാങ്ങിച്ചു എന്നിരിക്കട്ടെ, പക്ഷേ നിങ്ങളുടെ ഈ ബാറുകളിൽ വരുന്ന ആളുകൾ 5 സ്റ്റാർ ആയാൽ അങ്ങോട്ട് വരുമോ? അങ്ങനെ 5 സ്റ്റാർ ആയി അപ്ഗ്രേഡ് ചെയ്തിട്ട് എന്താണ് കാര്യം? അല്ല, ഞാൻ പറഞ്ഞ 5 സ്റ്റാർ ആയിട്ട് ഇവർ കേരളത്തിൽ ഏതെങ്കിലും ഹോട്ടലിൽ കൊടുത്താൽ എവരി റിന്യൂവൽ ഈസ് ഈക്വൽ ടു എ ഗ്രാൻഡിങ് ഓഫ് ഫ്രഷ് ലൈസൻസ് സുപ്രീം കോടതി ഈ ഗവൺമെന്റ് എഴുതി കൊടുത്തിരിക്കുക. ഏതെങ്കിലും ഒരു ലൈസൻസ് റിന്യൂ ചെയ്ത് കൊടുത്താൽ അത് ഫ്രഷ് ആയിട്ട് കൊടുക്കുന്ന പോലെയാണെന്ന്. അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ഇനി 3 സ്റ്റാർ 4 സ്റ്റാർ കൊടുക്കില്ലെന്നാണ് അവിടെ വാദിച്ചത്. ബഹുമാനപ്പെട്ട ബിന്ദു കൃഷ്ണ അഡ്വക്കേറ്റ് ആണല്ലോ, അദ്ദേഹത്തിനറിയാം. അവരെ ഗവൺമെന്റ് എഴുതി കൊടുത്തത് ഇങ്ങനെയാണ്, എവരി റിന്യൂവൽ ഈസ് ഈക്വൽ ടു ഗ്രാൻഡിങ് ഓഫ് ഫ്രഷ് ലൈസൻസ് എന്ന് എഴുതി കൊടുത്തു. അതുപോലെ തന്നെ പ്രസക്തമായ ഒരു കാര്യമാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത് ശ്രദ്ധിച്ചോ. അതായത് ഏതെങ്കിലും ഒരു ഹോട്ടലുകൾക്ക് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് വന്നു എന്നും പറഞ്ഞുകൊണ്ട് നിഷേധിക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും നിഷേധിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ കോടതിയിൽ വാദിച്ചതാണ്, ഞങ്ങൾ ഇനി 5 സ്റ്റാർ ലൈസൻസ് എമോങ് 5 സ്റ്റാർ ലൈസൻസ് ആണ് ഈ വിവേചനം എന്ന് പറയുന്നത്. ഞങ്ങൾ വിവേചനത്തെ പറ്റി അവിടെ വാദിച്ചു, ഞങ്ങൾക്ക് കിട്ടിയില്ല. അതിന്റെ കാരണം എന്നാ, അവര് കപിൽ സിബൽ വ്യക്തമായി വാദിച്ചു ഇതാണ്, ഞങ്ങൾ ഏതെങ്കിലും ഒരു 5 സ്റ്റാർ ഹോട്ടലിന് ലൈസൻസ് ഞങ്ങൾ കൊടുക്കാതിരുന്നാൽ അത് വിവേചനമാവും. പക്ഷേ ഞങ്ങൾ 5 സ്റ്റാറിലാണെങ്കിൽ ഞങ്ങൾ കൊടുത്തിരിക്കും. എമംഗ് ദ 5 സ്റ്റാർ മാത്രമേ വിവേചനം നോക്കാവുള്ളൂ കോടതി പറഞ്ഞു. അതാണ് കോടതി തീരുച്ചത്. അപ്പൊ പിന്നെ ഇവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഈ ജനങ്ങളുടെ കണ്ണിൽ ഇപ്പൊ പൊടിയിടാൻ നോക്കിയിട്ട് കാര്യമുണ്ട്. ഇതിൽ നിർത്താം. ഒരു ബാർ ലൈസൻസ് പോലും FL3 കൊടുക്കരുതെന്ന് പറഞ്ഞാൽ മാത്രമേ ഇത് വിലപ്പോവുള്ളൂ. അത് ഇവർക്ക് പറയാൻ പറ്റില്ല. കാരണം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിനു ശേഷം ഇനി ഒരു നയം പ്രഖ്യാപിക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും പറയാം. ഇന്ന് ഇവർ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇനി ഒരു FL3 ലൈസൻസും ഇല്ല, ഒരു ക്ലബ് ലൈസൻസും ഇല്ല എന്നെ UDF ഇന്നലെ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത്. ഒരു FL3 ലൈസൻസും ഇല്ല എന്ന് പറയാത്തിടത്തോളം കാലം സമ്പൂർണ്ണ മദ്യ നിരോധനം എന്നുള്ളത് വളരെ അകലെ ആയിരിക്കും എന്നുള്ളത് നമ്മുടെ സാമാന്യ യുക്തിയാണ്. അക്കാര്യത്തിൽ
താങ്കൾ ഈ മുന്നോട്ട് വെച്ച വാദത്തെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന ബാർ ഉടമകളൊക്കെ അവരുടെ ഹോട്ടലുകൾ 5 സ്റ്റാർ ആയി അപ്ഗ്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ എവിടുന്ന് കിട്ടാൻ? 5 സ്റ്റാറിൽ കയറി കുടിക്കുന്ന എത്ര ആളുകളുണ്ട് നാട്ടിൽ? സർക്കാരിൻ്റെ ഉദ്ദേശം ഈ മദ്യപാന ശീലം ഒന്ന് പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. സാധാരണക്കാരായ ആളുകൾ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപ് തന്നെ ബാറുകളിൽ കയറി മദ്യപിച്ചു പോകുന്നു, പിന്നെ അവർ ജോലി കഴിഞ്ഞ് വന്നാൽ ഉടൻ ബാറുകളിലേക്ക് കയറുന്നു. ആ ഒരു ശീലവും ആ സംസ്കാരവും മാറ്റണം എന്നേ ഉള്ളൂ. നിങ്ങളിനി ഹോട്ടലുകളൊക്കെ 5 സ്റ്റാർ ആയി അപ്ഗ്രേഡ് ചെയ്താലും നിങ്ങൾക്ക് പഴയ കസ്റ്റമേഴ്സിനെ കിട്ടാൻ പോകുന്നില്ല. ശ്രീ ബിനോയ്, അല്ല, ഞാൻ പറഞ്ഞത് അത് സത്യമാണ്. നമുക്ക് ഇവര് ലൈസൻസ് ഈ ഗവൺമെന്റിന്റെ വിവേചന അധികാരം ആണ് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത്. ഇവർ ഇനി ഒരു 5 സ്റ്റാറിനും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പം എനിക്ക് തന്നെ 2 4 സ്റ്റാർ ഹോട്ടലുകളുണ്ട്. അതിന് കുറച്ച് അപ്ഗ്രേഡേഷൻ നടത്തിയാൽ അത് 5 സ്റ്റാർ ആക്കാം. ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇനി 8 വർഷം കൂടെ ഉണ്ടല്ലോ മദ്യനിരോധനം. 8 വർഷം കൂടെ കഴിഞ്ഞ് നമ്മുടെ ബാറുകൾ ഈ അതായത് 5 സ്റ്റാർ ഹോട്ടലുകളിലെ ബാർ നിർത്തലാക്കും. ഇപ്പോഴുള്ള നിലവിലുള്ള ഈ വലിയ ക്ലാസ് ഹോട്ടലുകൾ, അതായത് ക്രൗൺ പ്ലാസ, ലേ മെറിഡിയൻ, മാരിയോറ്റ്, ഇങ്ങനെയുള്ള ഹോട്ടലുകൾ ഒഴിച്ച് ബാക്കിയുള്ള ഹോട്ടലുകൾ ഇവിടെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ തീർച്ചയായും അതിനും ബാർ ലൈസൻസ് കൂടി അത്യന്താപേക്ഷിതമാണ്. കാരണം നമ്മൾ നെറ്റ് സെർച്ച് ചെയ്യുമ്പം ഒരു ഹോട്ടൽ പ്രിഫർ ചെയ്യുമ്പം അവിടെ ഒരു മദ്യപിച്ചാലും മദ്യപിച്ചില്ലെങ്കിലും എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു പെഗ് കഴിക്കണം എന്ന ഉദ്ദേശത്തിൽ ഒരാൾ പ്രിഫർ ചെയ്യുന്നത് വേൾഡ് മാപ്പ് നോക്കി വേൾഡ് ഹിസ്റ്ററി എടുത്തിട്ട് അവിടെ ബാർ ഉണ്ടോ എന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്യുള്ളൂ. അല്ല, അതൊക്കെ നേരത്തെ തന്നെ ബാർ ഉടമകൾ ഉന്നയിച്ചിട്ടുള്ള വാദങ്ങളാണ്. ശ്രീമതി ബിന്ദു കൃഷ്ണ, നേരത്തെ ഈ ബിനോയ് സുപ്രീം കോടതിയിൽ ഈ കേസ് നടക്കുമ്പോൾ ഏതാണ്ട് മുഴുവൻ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. കപിൽ സിബൽ ശരിയായി വാദിച്ചത്, ഞങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് വിവേചനമല്ല, ഞങ്ങളുടെ നയപ്രകാരം 5 സ്റ്റാറിന് മാത്രമേ ലൈസൻസ് കൊടുക്കാൻ ഒക്കൂ. ഇനി ഏതെങ്കിലും 5 സ്റ്റാറിന് ലൈസൻസ് നിഷേധിക്കുകയാണെങ്കിൽ അപ്പോൾ നിഷേധിക്കപ്പെട്ട ആ ഉടമയ്ക്ക് വിവേചനമുണ്ട് എന്ന് വാദിക്കാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ വാദവും. സർക്കാരിൻ്റെ നയമാണ്. സർക്കാരിൻ്റെ നയം രൂപീകരിക്കാനും നടപ്പാക്കാനുമുള്ള നയത്തെ അംഗീകരിച്ചുകൊണ്ട് കോടതി അതിനെ ശരിവെക്കുകയാണ് ഉണ്ടായത്. ആ നയത്തെ ശരിവെക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു നയം ഇരിക്കെ, അതേ നയം തന്നെ അടുത്ത സർക്കാരും നടപ്പാക്കും എന്നിരിക്കെ സംസ്ഥാനത്ത് കൂടുതൽ FL3 ലൈസൻസുകൾ ഉണ്ടാകാനാണ് പോകുന്നത്. അതാണ് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം എന്നിരിക്കെ ജനങ്ങളോട് പറയുകയാണ്, ഞങ്ങൾ മദ്യനയം കൂടുതൽ കർക്കശമാക്കും എന്നും ഇനി FL3 ലൈസൻസുകൾ അധികമായി കൊടുക്കില്ല എന്നും. അതിലൊരു കള്ളമുണ്ട്. ഞങ്ങളുടെ നയത്തിൽ ഒരു കള്ളവുമില്ല, സുതാര്യമാണ്. ശ്രീ ബിനോയ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് തീർച്ചയായും ഒരു ബാർ മുതലാളി എന്ന നിലയിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കാനുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ പ്രകാശം മാസ്റ്റർ ഈ മദ്യത്തിന്റെ കാര്യത്തിൽ ഇരുട്ടിൽ തപ്പുന്ന ഒരു നിലപാടാണ് കേരളത്തിലെ CPM-നുള്ളത് നമുക്കറിയാം. 96-ൽ ചാരായം നിരോധിച്ച കാര്യം പറഞ്ഞു. അതിനുശേഷം അധികാരത്തിൽ വന്ന നയനാർ സർക്കാരിന്റെ കാലത്ത് വ്യാജ ചാരായം എത്രയേറെ വളർന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളം മുഴുവൻ വാറ്റ് ചാരായം, കവർ ചാരായം ഉണ്ടായി, മണിച്ചന്മ പോലുള്ളവരുണ്ടായി. അങ്ങനെയുള്ള ഒരുപാട് ദുരന്തത്തിന്, കല്ലുവാതക ദുരന്തം അടക്കമുള്ള ദുരന്തത്തിന് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് CPM-ന്റെ ഈ നയമില്ലായ്മ കൊണ്ടാണ്. അത് മാത്രവുമല്ല, ഈ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എന്നേക്കാൾ കൂടുതൽ വളരെ മിനിറ്റിന് ലക്ഷങ്ങൾ വാങ്ങുന്ന വലിയ അഭിഭാഷകരാണ് കോടതിയിൽ ബാർ മുതലാളിമാർക്ക് വേണ്ടി ഹാജരായത്. അവിടെ ഡിസ്ക്രിമിനേഷൻ എന്ന വാദം ഉന്നയിച്ചപ്പോൾ കോടതി എടുത്തൊരു നയമുണ്ട്. കേരള സർക്കാരിന്റെ നയമെന്ന് പറയുന്നത് മദ്യം എന്ന് പറയുന്ന മഹാവിപത്തിൽ നിന്ന് കേരള ജനതയെ രക്ഷിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമമാണ്. അത് കോടതിക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ നിലവിലുള്ള 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് കൊടുക്കുമെന്ന് ഇവിടെ ബിനോയ് തന്നെ സൂചിപ്പിച്ചതുപോലെ ലോക ടൂറിസം ഭൂപടത്തിൽ നിന്ന് കേരളം മാഞ്ഞു പോകുമെന്നുള്ള കേരളത്തിന്റെ സ്വാഭാവികമായ ആശങ്കയെ അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള സാഹചര്യം. മാത്രവുമല്ല, അവിടെ മദ്യവിൽപ്പന മാത്രമല്ല 5 സ്റ്റാർ ഹോട്ടലുകളിൽ നടക്കുന്നത്. സർക്കാരിന്റെ ആ ന്യായം യുക്തിരഹിതമാണ് എന്ന് പറയുന്നില്ല. പക്ഷേ ഇനി 5 സ്റ്റാർ ഹോട്ടലുകൾ വന്നാൽ അവയ്ക്ക് കൊടുക്കില്ല, ഞങ്ങൾ ഇത്ര 5 സ്റ്റാറിനെ കൊടുക്കൂ, ഈ 5 സ്റ്റാറിനെ കൊടുക്കൂ എന്നൊരു നയം ഒരു സർക്കാരിനും എടുക്കാൻ സാധിക്കില്ല. ഭരണഘടന ഉറപ്പുവരുത്തുന്ന അവകാശങ്ങളുണ്ട്, ഭരണഘടനാപരമായ തുല്യതയുണ്ട്. ഇതൊക്കെ പ്രശ്നമാകും. വിവേചനത്തിനെതിരെയുള്ള അവകാശമുണ്ട്. തീർച്ചയായും ആ അവകാശം കേൾക്കുന്ന ഒരു കോടതിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മനസ്സിലാവും നിലവിലുള്ള ഒരു കോടതി വിധി പറഞ്ഞ ഒരു വിധിന്യായം മുന്നിലുണ്ട്. ആ വിധിന്യായത്തെ മറികടക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമമാണിതെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്?
നിലവിലുള്ള 3 സ്റ്റാറും 4 സ്റ്റാറും എല്ലാം 5 സ്റ്റാർ ആക്കിയാൽ ഈ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ബാറുകളെല്ലാം മദ്യവിൽപ്പനയ്ക്ക് വേണ്ടി മാത്രമായി തുറന്നെടുക്കാം എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ ഗവൺമെന്റ് കൈയും കെട്ടി നോക്കി നിൽക്കണോ? ഗവൺമെന്റ് മദ്യത്തിന്റെ വിപത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുവാനാണ് നോക്കുന്നത്. ആ സാഹചര്യത്തിൽ ആത്മാർത്ഥതയുള്ള സുതാര്യതയുള്ള ആ ഒരു നയം മുന്നോട്ട് വെക്കുമ്പോൾ അവിടെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഏർപ്പെടുത്തിക്കൊണ്ട് വളരെ കൃത്യമായി കണ്ടീഷൻസ് ഏർപ്പെടുത്തിക്കൊണ്ട് ഇതിനൊരു നിയന്ത്രണം വരുത്തേണ്ടത് ഗവൺമെന്റ് മദ്യവിരുദ്ധ സമിതി ടെലിഫോൺ ലൈനിൽ. ഫാദർ ആന്റണി, 2 തീരുമാനങ്ങളാണ് ഇന്ന് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത്. ഒന്ന്, കൺവേർട്ട് ചെയ്തിട്ടുള്ള 3 സ്റ്റാറോ 4 സ്റ്റാറോ ആയിരുന്ന ഹോട്ടലുകൾ 5 സ്റ്റാർ ആയാലും അവയ്ക്ക് ബാർ ലൈസൻസ് നൽകില്ല. 2, പുതുതായി ഒരു 5 സ്റ്റാർ ഹോട്ടൽ പണി കഴിപ്പിച്ചാലും അതിന് 5 സ്റ്റാർ ക്ലാസിഫിക്കേഷൻ കിട്ടിയതിന് ശേഷം ചില വ്യവസ്ഥകളോടുകൂടി മാത്രമേ ബാർ അനുവദിക്കൂ. ഇത് പ്രായോഗികാർത്ഥത്തിൽ നടപ്പാകുന്ന ഒന്നാണോ? പ്രായോഗിക അർത്ഥത്തിൽ നടപ്പിലാക്കി എടുക്കേണ്ട ഒരു കാര്യമല്ല ഇത്. കാരണം UDF പ്രഖ്യാപിച്ചിരിക്കുന്ന മദ്യനയം അത് കേരളത്തെ 10 വർഷം കൊണ്ട് മദ്യമുക്തമാക്കുക എന്നൊരു നയമാണെങ്കിൽ 9 വർഷത്തിന്റെ അവസാന ദിവസം വരെയും ബാറുകൾ തുറന്നു കൊടുക്കുകയും 10ാം വർഷത്തിന്റെ ആദ്യ ദിനം 8 ദിവസം കൊണ്ട് അടയ്ക്കുകയും ചെയ്യുന്നതാണോ? അപ്പോ 10 വർഷമായി ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന സമ്പൂർണമായ മദ്യനിരോധനത്തിന്റെ ഘട്ടം ഘട്ടമായ നടപടി എന്ന നിലയിൽ നിലവിൽ പുതിയതായി ഒരു മദ്യശാല പോലും 5 സ്റ്റാറോ ബിയർ വൈൻ പാലോ അനുവദിക്കില്ല എന്നൊരു നയ വ്യതിയാനം സ്വീകരിച്ചിട്ട് കോടതിയെ സമീപിച്ചാൽ തീർച്ചയായിട്ടും അത് നിലനിൽക്കുകയും പിന്നെ വേറൊരു കാര്യമുണ്ട്, കൺവേർട്ട് ചെയ്ത 3 സ്റ്റാർ 4 സ്റ്റാർ ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കില്ല എന്ന് സർക്കാർ നയം എടുക്കുന്നെങ്കിൽ അത് കോടതിയെ ബോധ്യപ്പെടണം. കാരണം സ്റ്റാൻഡ് ചെയ്യും. കാരണം കോടതിയുടെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നയം കാരണം അടച്ചുപൂട്ടപ്പെട്ട ബാറുകളാണ് ഈ പറയുന്ന 3 സ്റ്റാറും 4 സ്റ്റാറുകളും. അപ്പോൾ ലൂപ്പ് ഹോളിലൂടെ പുറംവാതികളിലൂടെ അടച്ചുപൂട്ടപ്പെട്ട ബാറുകൾ മറ്റു ചില ഓൾട്ടർനേഷൻസ് ഒക്കെ വരുത്തി വീണ്ടും അതേ സർക്കാരിന്റെ മുൻപിലേക്ക് വരുമ്പോൾ അത് നിരസിക്കുവാനുള്ള ധാർമ്മികമായ ഒരു ജനഹിത മനസ്സറിയുന്ന സർക്കാരിന് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. തീർച്ചയായിട്ടും ആ നിലയിലേക്കൊക്കെ പോയാൽ ജനനന്മയ്ക്ക് വേണ്ടി നല്ലതാണ്. ഒരുപക്ഷെ കോടതിയിൽ പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കില്ല എന്ന് തോന്നിയാലും സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്കുള്ള ആദ്യ പടി എന്ന നിലയിൽ ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തുകയും വ്യത്യസ്തമായ ഒരു നയം സ്വീകരിക്കുകയും ചെയ്താൽ ഇത് നിലനിൽക്കുക തന്നെ ചെയ്യും. ശരി, നിലനിൽക്കും എന്നാണ് ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ. അവസാനമായി മദ്യനയം, മദ്യനിരോധനം തുടങ്ങിയവ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ വന്നിരിക്കുകയാണ്. മദ്യനയത്തിൻ്റെ ഒരു ഹിതപരിശോധന അല്ല നടക്കാൻ പോകുന്നത് എങ്കിലും മദ്യനിരോധനത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ മദ്യനയത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രാധാന്യമുണ്ട്. ആ അർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സമീപനം തന്നെയാണോ ഇടതുമുന്നണിയുടെ ഭാഗമായി CPIM-ഉം മറ്റു പാർട്ടികളും സ്വീകരിക്കുന്നത്? അല്ല, UDF-ന് ഇപ്പോൾ ഒരു മദ്യനയം ഇല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇപ്പോൾ ഒരു മദ്യനയം ഉണ്ട്. ആ മദ്യനയമാണ് ഞാൻ നേരത്തെ വിശദീകരിച്ചത്, മദ്യവർജനമാണ് എന്ന കാര്യം. ഇവിടെ 3 ദിവസം മുമ്പ് നടന്ന ഒരു ചർച്ച ഞാൻ തന്നെ കേൾക്കുകയുണ്ടായി. ആ ചർച്ചയിൽ പറയുന്നത് ഇവിടെ 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുകൾ ബാറുകൾ അടച്ചില്ല, തുറന്നു വെച്ച് ബീറും വൈനും ഒക്കെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഷോപ്പുകൾ ഇപ്പോൾ 4 സ്റ്റാറിൽ നിന്ന് 3 സ്റ്റാറിൽ നിന്ന് 4 സ്റ്റാറിലേക്കും 5 സ്റ്റാറിലേക്കും കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 100ഓളം അവർ നമ്പർ തന്നെ പറഞ്ഞിട്ടുണ്ട്. 100ഓളം ഷോപ്പുകൾ, 100ഓളം ബാറുകൾ ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളിലേക്ക് പോകാൻ ഈ കേരളത്തിൽ തന്നെ സാധ്യതയുണ്ട് എന്ന് അവിടെ അസോസിയേഷന്റെ നേതാവ് തന്നെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇപ്പോൾ UDF-ന് ഗവൺമെന്റിന്റെ നിലപാട് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് പുതിയ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചല്ലോ. ഇത് നേരത്തെ ഭൂമി ഇടപാടിന്റെ ഭാഗമായിട്ട് മെത്രാൻകായൽ ഉൾപ്പെടെ നികത്താൻ തീരുമാനിച്ച്, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കരുണ എസ്റ്റേറ്റ് ഉൾപ്പെടെ മുതലാളിമാർക്ക് കൈമാറാൻ തീരുമാനിച്ച് നിലപാട് സ്വീകരിച്ചപ്പോൾ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി നഷ്ടപ്പെടുന്നു എന്ന് വന്നപ്പോൾ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഗത്യന്തരമില്ലാതെ പിൻവലിക്കേണ്ടി വന്നത്. അതുപോലെ ഇപ്പോഴും ഇങ്ങനെ ഒരു കൃത്യമായ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വന്ന പരിതസ്ഥിതിയിൽ ഞങ്ങളിതെല്ലാം ഒഴിവാക്കുകയാണെന്ന് പറയുകയാണ്. ഈ കളിയുടെ ഭാഗമായിട്ട് അവസാനം വരാൻ പോകുന്നത് ഈ ഷാപ്പുകൾക്കെല്ലാം, ഈ ബാറുകൾക്കെല്ലാം കോടതിയുടെ പിന്തുണയോടുകൂടി ലൈസൻസ് ലഭിക്കാൻ പോകുന്നു എന്നുള്ള
ഒരു ചിത്രമുണ്ടാക്കി തടി തപ്പാനാണ് ശരി, ഇപ്പോൾ അങ്ങനെ UDF ഉള്ള ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോപണമാണ് ഒരാത്മാർത്ഥതയും മുന്നോട്ട് വെക്കുന്നത്. UDF എന്തായാലും രണ്ട് മദ്യനയവുമായി മുന്നണികളുടെയും ബന്ധപ്പെട്ടില്ല. മദ്യനയം അവരുടെ പ്രകടന പത്രിക പുറത്തു വന്നതോടുകൂടി വ്യക്തമായിരിക്കുന്നു. നിശ്ചയമായും ഈ തെരഞ്ഞെടുപ്പ് മദ്യനയത്തിന്റെ കൂടി ഹിതപരിശോധനയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മദ്യനയം ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമാക്കാനാണ് UDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ A സജീവൻ, ശ്രീ സിജോ പൈനാടത്ത്, ശ്രീ എലഗൻസ് ബിനോയ്, ഫാദർ ആന്റണി TJ.